എസ്റ്ററിഫിക്കേഷൻ. ആൽക്കഹോളിലെയും ഫീനോളിലെയും ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന മറ്റൊരു റിയാക്ഷനാണ് എസ്റ്ററിഫിക്കേഷൻ. ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് റിയാക്ട് വിത്ത് carboxylic acids, acid chlorides and acid anhydrides to form esters. Alcohols and phenols കാർബോക്സിലിക് ആസിഡുമായോ ആസിഡ് ക്ലോറൈഡ്സുമായോ അല്ലെങ്കിൽ ആസിഡ് അൺഹൈഡ്രൈഡ്സുമായോ റിയാക്ട് ചെയ്യുമ്പോൾ എസ്റ്റർ ഫോം ചെയ്യുന്നു. ഇവിടെ ആൽക്കഹോളിലെയും ഫീനോളിലെയും ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ നോക്കാം. CH3CH2OH എത്തനോൾ പ്ലസ് CH3CH2COOH acetic acid in presence of H plus gives CH3CH2COOCH2CH3 plus H2O. ഇവിടെ ആൽക്കഹോളിലെ ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ആ ഹൈഡ്രജൻ കാർബോക്സിലിക് ആസിഡിലെ OHുമായിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടറായിട്ട് പോകുന്നു. അപ്പോൾ ഒരു കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും കൂടെ റിയാക്ട് ചെയ്താൽ ഒരു എസ്റ്ററും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഒരു ആൽക്കഹോളും ആസിഡ് ക്ലോറൈഡും തമ്മിലുള്ള റിയാക്ഷൻ നോക്കാം. RCOCl എന്നാണ് ആസിഡ് ക്ലോറൈഡിന്റെ ജനറൽ ഫോർമുല. CH3CH2OH എത്തനോൾ പ്ലസ് CH3CH2COCl ഒരു ആസിഡ് ക്ലോറൈഡ് in presence of H plus gives CH3CH2COOCH2CH3 ester plus HCl. ആൽക്കഹോളിലെ ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഈ ഹൈഡ്രജൻ ആസിഡ് ക്ലോറൈഡില് ക്ലോറിനുമായി കമ്പൈൻ ചെയ്ത് HCl ആയിട്ട് പോകുന്നു. ഇനി ഒരു കാർബോക്സിലിക് ആസിഡും അൺഹൈഡ്രേറ്റും തമ്മിലുള്ള റിയാക്ഷൻ നോക്കാം. അതിനൊരു എക്സാമ്പിൾ ആണ് സാലിസിലിക് ആസിഡിന്റെ അസറ്റിലേഷൻ. അസറ്റൈൽ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷനെയാണ് അസറ്റിലേഷൻ എന്ന് പറയുന്നത്. CH3CO ഗ്രൂപ്പിനെയാണ് അസറ്റൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സാലിസിലിക് ആസിഡ് ബെൻസീൻ റിംഗിൽ അടുത്തടുത്ത പൊസിഷനിലായിട്ട് ഒരു COOH ഗ്രൂപ്പും ഒരു OH ഗ്രൂപ്പും പ്രസന്റ് ആണെങ്കിൽ അതാണ് സാലിസിലിക് ആസിഡ്. ഈ സാലിസിലിക് ആസിഡിനെ അസറ്റിക് അൺഹൈഡ്രേറ്റുമായി റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആയിരിക്കും. ഒരു ആസിഡ് അൺഹൈഡ്രേറ്റും ഒരു ആൽക്കഹോളും കൂടെ റിയാക്ട് ചെയ്താൽ ഒരു എസ്റ്റർ ഫോം ചെയ്യുന്നു. സാലിസിലിക് ആസിഡ് അസറ്റിക് അൺഹൈഡ്രേറ്റ് ദാറ്റ് ഈസ് CH3CO അല്ലെങ്കിൽ CH3COOCOCH3 അതാണ് അസറ്റിക് അൺഹൈഡ്രേറ്റ്. സാലിസിലിക് ആസിഡ് അസറ്റിക് അൺഹൈഡ്രേറ്റുമായി റിയാക്ട് ചെയ്യുമ്പോൾ അസറ്റൈൽ സാലിസിലിക് ആസിഡ് ഫോം ചെയ്യുന്നു. സാലിസിലിക് ആസിഡില് OH ഗ്രൂപ്പില് ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഹൈഡ്രജന് പകരം അവിടെ അസറ്റൈൽ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു.
ദാറ്റ് ഈസ് COCH3 എന്ന ഗ്രൂപ്പ് ഹൈഡ്രജന് പകരം സാലിസിലിക് ആസിഡിൽ വരുന്നു. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റിന്റെ പേരാണ് അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ബൈ പ്രൊഡക്റ്റ് അസറ്റിക് ആസിഡ് ആയിരിക്കും, CH3COOH. ഈ അസറ്റൈൽ സാലിസിലിക് ആസിഡിന് പറയുന്ന പേരാണ് ആസ്പിരിൻ. ഒരു അനാൾജസിക് ആണ് ആസ്പിരിൻ. വേദന സംഹാരിയാണ് ആസ്പിരിൻ. ആസ്പിരിന്റെ പ്രിപ്പറേഷൻ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. സാലിസിലിക് ആസിഡിന് അസറ്റിക് അൺഹൈഡ്രേറ്റുമായി ട്രീറ്റ് ചെയ്യുമ്പോഴാണ് അസറ്റൈൽ സാലിസിലിക് ആസിഡ് അഥവാ ആസ്പിരിൻ ഫോം ചെയ്യുന്നത്. ഇതൊരു എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ആണ്. റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ക്ലീവേജ് ഓഫ് കാർബൺ ഓക്സിജൻ ബോണ്ട്. ആൽക്കഹോളിലെ കാർബണും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്ത് നടക്കുന്ന റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ്സ്. ആൽക്കഹോൾസ് react with hydrogen halides to form alkyl halides. ആൽക്കഹോളിലെ കാർബണും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഈ OH ഗ്രൂപ്പ് ഹൈഡ്രജൻ ഹാലൈഡിലെ ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്ത് വാട്ടറായിട്ട് പോകുന്നു. നമുക്ക് കിട്ടുന്ന മെയിൻ പ്രോഡക്റ്റ് ആൽക്കൈൽ ഹാലൈഡ് RX ആയിരിക്കും. ROH plus HX gives RX plus H2O. Lucas test. Lucas test is used to distinguish primary, secondary and tertiary alcohols. A mixture of anhydrous zinc chloride and concentrated HCl is called Lucas reagent. Primary alcohol, secondary alcohol, tertiary alcohol ഇവയെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റാണ് ലൂക്കാസ് ടെസ്റ്റ്. അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും കോൺസെൻട്രേറ്റഡ് HClഉം അടങ്ങിയ മിക്സറിനെയാണ് ലൂക്കാസ് റിയേജന്റ് എന്ന് പറയുന്നത്. ലൂക്കാസ് റിയേജന്റ് ആൽക്കഹോളിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ടർബിഡിറ്റി ഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ബേസിലാണ് നമ്മൾ പ്രൈമറി ആൽക്കഹോള്, സെക്കൻഡറി ആൽക്കഹോള്, ടെർഷ്യറി ആൽക്കഹോള് ഇവയെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത്. ആൽക്കഹോൾസ് ഹൈഡ്രജൻ ഹാലൈഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യുന്നു. ഈ ആൽക്കൈൽ ഹാലൈഡ് ടർബിഡ് സൊല്യൂഷനാണ്, അതായത് ക്ലിയർ അല്ലാത്ത സൊല്യൂഷനാണ്. ടെർഷ്യറി ആൽക്കഹോൾസ് ലൂക്കാസ് റിയേജന്റുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഇമ്മീഡിയേറ്റ് ടർബിഡിറ്റി കിട്ടുന്നു. അതിന്റെ ഇക്വേഷൻ നോക്കാം. CH3COH CH3CH3 plus HCl in presence of anhydrous zinc chloride gives CH3CCl CH3CH3. അതായത് ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യുന്നു. ഇത് ഇമ്മീഡിയേറ്റ് ടർബിഡിറ്റി തരുന്നു. ഇപ്പോൾ ഒരു ആൽക്കഹോള് ലൂക്കാസ് റിയേജന്റുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഇമ്മീഡിയേറ്റ് ടർബിഡിറ്റി ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടെർഷ്യറി ആൽക്കഹോൾ ആയിരിക്കും. സെക്കൻഡറി ആൽക്കഹോള് കുറച്ച് സമയം കഴിഞ്ഞാലേ ടർബിഡിറ്റി ഫോം ചെയ്യുള്ളൂ.
ടെർഷ്യറി ആൽക്കഹോള് ലൂക്കാസ് റിയേജന്റുമായി റിയാക്ട് ചെയ്യുമ്പോൾ ടർബിഡിറ്റി ഫോം ചെയ്യുന്നത് കുറച്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാവും. അതിന്റെ ഇക്വേഷൻ നോക്കാം. CH3 CH OH CH3 plus HCl in presence of anhydrous zinc chloride gives CH3 CHCl CH3. സെക്കൻഡറി ആൽക്കഹോള് ലൂക്കാസ് റിയേജന്റുമായി റിയാക്ട് ചെയ്താൽ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം മാത്രമേ ടർബിഡിറ്റി ഫോം ചെയ്യുന്നുള്ളൂ. ഇനി പ്രൈമറി ആൽക്കഹോള് ലൂക്കാസ് റിയേജന്റുമായി റിയാക്ട് ചെയ്യുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ ടർബിഡിറ്റി ഫോം ചെയ്യുന്നില്ല. അതിനെ ഹീറ്റ് ചെയ്താൽ മാത്രമേ ടർബിഡിറ്റി ഫോം ചെയ്യുള്ളൂ. CH3 CH2OH plus HCl in presence of anhydrous zinc chloride gives no reaction at room temperature, but turbidity appears only on heating. ടെർഷ്യറി ആൽക്കഹോള് ലൂക്കാസ് റിയേജന്റുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി ഫോം ചെയ്യുന്നു. സെക്കൻഡറി ആൽക്കഹോള് ലൂക്കാസ് റിയേജന്റുമായി റിയാക്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ടർബിഡിറ്റി ഫോം ചെയ്യുള്ളൂ. പ്രൈമറി ആൽക്കഹോൾസ് ലൂക്കാസ് റിയേജന്റുമായി റിയാക്ട് ചെയ്യുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ ടർബിഡിറ്റി ഫോം ചെയ്യുന്നില്ല. ആ സൊല്യൂഷനെ ഹീറ്റ് ചെയ്താൽ ടർബിഡിറ്റി ഫോം ചെയ്യുന്നു. ഇങ്ങനെയാണ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത്. റിയാക്ഷൻസ് ഓഫ് ആൽക്കഹോൾ വിത്ത് ഫോസ്ഫറസ് ഹാലൈഡ്സ്. Alcohols react with phosphorus halides to form alkyl halides. ഫോസ്ഫറസിന്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ഹാലൈഡ്സ് ആണ് PCl3 PCl5. ആൽക്കഹോൾസ് ഫോസ്ഫറസ് ഹാലൈഡ്സുമായി റിയാക്ട് ചെയ്ത് ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യുന്നു. ഇവിടെയും കാർബണും ഓക്സിജനും തമ്മിലുള്ള ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. CH3 CH2OH plus PCl3 gives CH3 CH2Cl plus POH thrice. POH thrice എന്ന് പറഞ്ഞാൽ H3PO3 phosphorus acid. CH3 CH2Cl plus PCl5 gives CH3 CH2Cl plus POCl3 plus HCl. Dehydration of alcohols. Alcohols, when heated with concentrated sulfuric acid at 443 Kelvin, undergoes dehydration to give alkenes. ആൽക്കഹോൾസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്താൽ ആൽക്കീൻസ് ഫോം ചെയ്യുന്നു. ഇവിടെ ഡീഹൈഡ്രേഷൻ ആണ് നടക്കുന്നത്. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് വാട്ടർ മോളിക്യൂൾ. ബീറ്റ എലിമിനേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റത്തിനെയാണ് ആൽഫ കാർബൺ എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റമാണ് ആൽഫ കാർബൺ ആറ്റം. അതിന് തൊട്ടടുത്ത കാർബൺ ആറ്റമാണ് ബീറ്റ കാർബൺ ആറ്റം. ഇവിടെ ബീറ്റ കാർബൺ ആറ്റത്തിലുള്ള
ഹൈഡ്രജനാണ് റിമൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ ബീറ്റ എലിമിനേഷൻ എന്ന് പറയുന്നു. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിന്റെ തൊട്ടടുത്ത കാർബൺ ആറ്റത്തിലെ ഹൈഡ്രജനാണ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് ഇതൊരു ബീറ്റ എലിമിനേഷൻ ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. CH3CH2OH. Concentrated H2SO4 443 Kelvin gives CH2 double bond CH2 plus H2O. ഫങ്ഷണൽ ഗ്രൂപ്പായ OHും തൊട്ടടുത്ത കാർബൺ ആറ്റത്തിലെ ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എത്തീൻ. എത്തനോളിനെ ഡീഹൈഡ്രേഷൻ നടത്തിയാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എത്തീൻ. ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾസ്. Oxidation of alcohols involves the formation of a carbon-oxygen double bond with the cleavage of an oxygen-hydrogen and carbon-hydrogen bonds. ആൽക്കഹോൾസിന് ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഒരു ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ടും കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ടും ബ്രേക്ക് ചെയ്യുന്നു. പകരം കാർബണും ഓക്സിജനും തമ്മിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾസ് gives aldehydes which is further oxidized to carboxylic acids. പ്രൈമറി ആൽക്കഹോൾസിന് ഓക്സിഡേഷൻ നടന്നാൽ അത് ആദ്യം ആൽഡിഹൈഡ് ആയിട്ട് മാറുന്നു. വീണ്ടും ഓക്സിഡേഷൻ നടന്ന് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. പ്രൈമറി ആൽക്കഹോളിൽ നിന്ന് ആൽഡിഹൈഡ് ഐസൊലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓക്സിഡൈസിങ് ഏജന്റ് ആണ് CrO3. CrO3 in anhydrous medium is used as the oxidizing agent for the isolation of aldehydes. Or CH2OH in presence of CrO3 gives RCHO. A better reagent for the oxidation of primary alcohols to aldehyde in good yield is pyridinium chlorochromate PCC. പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കി കൺവേർട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് പിരിഡിനിയം ക്ലോറോക്രോമേറ്റ് ആണ്. PCC, pyridinium chlorochromate. CH3CH2OH in presence of PCC gives CH3CHO. പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ കിട്ടുന്നത് ആൽഡിഹൈഡ് ആയിരിക്കും. A secondary alcohol on oxidation by CrO3 gives a ketone. Ketones do not undergo further oxidation readily. സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ കീറ്റോൺ ആണ് ഫോം ചെയ്യുന്നത്. ഈ കീറ്റോണ് ഫർദർ ഓക്സിഡേഷന് അത്ര പെട്ടെന്ന് വിധേയമാകില്ല. പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡ് ഫോം ചെയ്യും.
അത് വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും. അതേസമയം സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ കിട്ടുന്നത് കീറ്റോൺ ആണ്. കീറ്റോണിന് ഫർദർ ഓക്സിഡേഷൻ അത്ര പെട്ടെന്ന് നടക്കില്ല. CH3 CHOH CH3 ഒരു സെക്കൻഡറി ആൽക്കഹോൾ ആണ് ഇത്. ഇത് CrO3യുടെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്താൽ ഫോം ചെയ്യുന്നത് ഒരു കീറ്റോൺ ആയിരിക്കും. CH3CO CH3. Tertiary alcohols do not undergo oxidation under normal conditions. നോർമൽ കണ്ടീഷനിൽ ടെർഷ്യറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നില്ല. ഡീഹൈഡ്രോജിനേഷൻ ഓഫ് ആൽക്കഹോൾസ്. പ്രൈമറി ആൽക്കഹോൾസ് ഓൺ ഡീഹൈഡ്രോജിനേഷൻ വിത്ത് copper catalyst at 573 Kelvin give aldehyde. പ്രൈമറി ആൽക്കഹോൾസ് കോപ്പർ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഡീഹൈഡ്രോജിനേഷന് വിധേയമാകുമ്പോൾ ആൽഡിഹൈഡ് ഫോം ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ CH3CH2OH gives CH3CHO plus H2. H2 റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീഹൈഡ്രോജിനേഷൻ. പ്രൈമറി ആൽക്കഹോളിനെ ഡീഹൈഡ്രോജിനേറ്റ് ചെയ്താൽ ഫോം ചെയ്യുന്നത് ആൽഡിഹൈഡ് ആയിരിക്കും. എ സെക്കൻഡറി ആൽക്കഹോൾ ഓൺ ഡീഹൈഡ്രോജിനേഷൻ വിത്ത് കോപ്പർ കാറ്റലിസ്റ്റ് gives a ketone. സെക്കൻഡറി ആൽക്കഹോൾസിന് ഡീഹൈഡ്രോജിനേഷൻ നടക്കുമ്പോൾ കീറ്റോൺ ആണ് ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ CH3CHOH CH3 in presence of copper catalyst at 573 Kelvin gives CH3CO CH3. Tertiary alcohols do not undergo dehydrogenation, but they undergo dehydration to form alkene. Tertiary alcohols കോപ്പർ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ 573 കെൽവിനിൽ ഹീറ്റ് ചെയ്താൽ ഡീഹൈഡ്രോജനേഷൻ അല്ല നടക്കുന്നത്, പകരം ഡീഹൈഡ്രേഷൻ ആണ് നടക്കുന്നത്. ടെർഷ്യറി ആൽക്കഹോൾസിന് ഡീഹൈഡ്രേഷൻ നടന്നാൽ ആൽക്കീൻസ് ഫോം ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ CH3COH CH3CH3 in presence of copper catalyst at 573 Kelvin gives CH3C double bond CH2 CH3 plus H2O. ടെർഷ്യറി ആൽക്കഹോൾസിന് ഡീഹൈഡ്രോജിനേഷൻ അല്ല നടക്കുന്നത്, ഡീഹൈഡ്രേഷൻ ആണ്. കോപ്പറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ ടെർഷ്യറി ആൽക്കഹോൾസിന് ഡീഹൈഡ്രേഷൻ നടന്ന് ആൽക്കീൻസ് ഫോം ചെയ്യുന്നു. റിയാക്ഷൻസ് ഓഫ് ഫീനോൾസ്. ഫസ്റ്റ് വൺ, ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. OH ഗ്രൂപ്പ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ബെൻസീൻ റിങ്ങിൽ ഒരു OH ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ ബെൻസീൻ റിങ്ങിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. അതായത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത് OH ഗ്രൂപ്പിൽ നിന്ന് ബെൻസീൻ റിങ്ങിലോട്ട് ആയിരിക്കും. ഫീനോളിന്റെ റെസൊണൻസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്.
റെസൊണൻസ് കാരണം ഫീനോളില് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്നത് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമായിരിക്കും. ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്നത് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമാണ്. അതുകൊണ്ട് വരുന്ന ഇലക്ട്രോഫൈല് അറ്റാച്ച് ചെയ്യുന്നത് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമായിരിക്കും. ഇലക്ട്രോഫൈല് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ആണ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് അറ്റാച്ച് ചെയ്യുന്നത് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടിയ സ്ഥലത്തായിരിക്കും. ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമാണ് ഫീനോളില് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുള്ളത്. ആ പൊസിഷനിലാണ് ഇലക്ട്രോഫൈല് അറ്റാച്ച് ചെയ്യുന്നത്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമായിരിക്കും. നൈട്രേഷൻ ഓഫ് phenols. Phenol, when treated with dilute nitric acid, gives a mixture of ortho and para nitrophenols. OH group in phenol is ortho-para directing group. Therefore, electrophilic substitution takes place at these positions. ഫീനോളിന് ഡൈലൂട്ട് നൈട്രിക് ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഓർത്തോ നൈട്രോഫീനോളും പാരാ നൈട്രോഫീനോളും അടങ്ങിയ ഒരു മിക്സറാണ് കിട്ടുന്നത്. ഓർത്തോ നൈട്രോഫീനോൾ ഈസ് സ്റ്റീം വോളട്ടൈൽ വൈൽ പാരാ നൈട്രോഫീനോൾ ഈസ് ലെസ് വോളട്ടൈൽ. ഓർത്തോ നൈട്രോഫീനോളില് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും പാരാനൈട്രോഫീനോളില് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങുമാണ് ഉള്ളത്. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ഓർത്തോ നൈട്രോഫീനോളില് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആയതുകൊണ്ട് അതിന്റെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. ഫീനോൾസ് റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ടു ഗിവ് 2,4,6 trinitrophenol which is called picric acid. ഫീനോൾസ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായി റിയാക്ട് ചെയ്താൽ 2,4,6 ട്രൈനൈട്രോഫീനോള് ഫോം ചെയ്യുന്നു. 2,4,6 ട്രൈനൈട്രോഫീനോളിന് പറയുന്ന പേരാണ് പിക്രിക് ആസിഡ്. എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫീനോള് ഡൈലൂട്ട് നൈട്രിക് ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണ്? ഫീനോള് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാണ്? ഫീനോൾസ് ഡൈലൂട്ട് നൈട്രിക് ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഓർത്തോ നൈട്രോഫീനോളും പാരാനൈട്രോഫീനോളുമാണ് ഫോം ചെയ്യുന്നത്. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ടാണ് ഫീനോൾ റിയാക്ട് ചെയ്യുന്നതെങ്കിൽ 2,4,6 ട്രൈനൈട്രോഫീനോൾ ആണ് ഫോം ചെയ്യുന്നത്. ഹാലോജനേഷൻ ഓഫ് ഫീനോൾസ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന് മറ്റൊരു എക്സാമ്പിൾ ആണ് ഹാലോജനേഷൻ. ഫീനോൾസിനെ ക്ലോറോഫോം CHCl3 അല്ലെങ്കിൽ CH2 കാർബൺ ഡൈസൾഫൈഡ് അല്ലെങ്കിൽ CCl4 കാർബൺ ടെട്രാ ക്ലോറൈഡ് പോലെയുള്ള സോൾവെന്റ്സിന്റെ പ്രസൻസിൽ ബ്രോമിനേഷൻ നടത്തിയാൽ ഓർത്തോ ആൻഡ് പാരാ ബ്രോമോഫീനോൾസ് ആണ് കിട്ടുന്നത്.
Phenols on bromination in presence of CHCl3 or CCl4 or CS2 give ortho and para bromophenols. Phenols react with bromine water to give 2,4,6 tribromophenol. ഫീനോൾസ് ബ്രോമിൻ വാട്ടറുമായി റിയാക്ട് ചെയ്ത് 2,4,6 ട്രൈബ്രോമോഫീനോള് ഫോം ചെയ്യുന്നു. ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നത് 2,4,6 ട്രൈബ്രോമോഫീനോളും ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് സോൾവെന്റ്സ് ലൈക്ക് CHCl3, CS2 ആണെങ്കിൽ ഫോം ചെയ്യുന്നത് ഓർത്തോ നൈട്രോഫീനോളും പാരാ നൈട്രോഫീനോളും ആയിരിക്കും. Kolb's reaction. When sodium phenoxide is heated to 413 Kelvin with carbon dioxide under a pressure of 4 to 7 atm, sodium salt of salicylic acid is formed. The salt on acidification gives salicylic acid, that is 2-hydroxybenzoic acid. ഫീനോള് സോഡിയം ഹൈഡ്രോക്സൈഡുമായി റിയാക്ട് ചെയ്ത് സോഡിയം ഫീനോക്സൈഡ് ഫോം ചെയ്യുന്നു. ഈ സോഡിയം ഫീനോക്സൈഡ് കാർബൺ ഡയോക്സൈഡുമായി റിയാക്ട് ചെയ്ത് സോഡിയം സോൾട്ട് ഓഫ് സാലിസിലിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഈ സോഡിയം സോൾട്ട് ഓഫ് സാലിസിലിക് ആസിഡിനെ ആസിഡിഫൈ ചെയ്താൽ സാലിസിലിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഇതാണ് കോൾബ്സ് റിയാക്ഷൻ. ഫീനോള് പ്ലസ് NaOH gives C6H5ONa, that is sodium phenoxide. ഈ സോഡിയം ഫീനോക്സൈഡ് കാർബൺ ഡയോക്സൈഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം സാൾട്ട് ഓഫ് സാലിസിലിക് ആസിഡ് ഫോം ചെയ്യുന്നു. ബെൻസീൻ റിങ്ങിൽ ONa ഉണ്ട്, COONa ഉണ്ട്. അതാണ് സോഡിയം സോൾട്ട് ഓഫ് സാലിസിലിക് ആസിഡ്. ഈ സാലിസിലിക് ആസിഡിന്റെ സോൾട്ടിനെ ആസിഡിഫൈ ചെയ്താൽ സാലിസിലിക് ആസിഡ് ഫോം ചെയ്യുന്നു. ബെൻസീൻ റിങ്ങിൽ ഒരു OHും നെക്സ്റ്റ് പൊസിഷനിൽ ഒരു COOH ഗ്രൂപ്പും പ്രസന്റ് ആണെങ്കിൽ അതാണ് സാലിസിലിക് ആസിഡ്. 2-ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് ആണ് സാലിസിലിക് ആസിഡ്. ഫീനോള് കാർബൺ ഡയോക്സൈഡും NaOHുമായി റിയാക്ട് ചെയ്ത് സാലിസിലിക് ആസിഡ് ഫോം ചെയ്യുന്ന റിയാക്ഷനാണ് കോൾബ്സ് റിയാക്ഷൻ. റീമർ കീമാൻ റിയാക്ഷൻ. ഫീനോളിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ് റീമർ കീമാൻ റിയാക്ഷൻ. ഫീനോൾ when treated with chloroform and alkali at 340 Kelvin, salicylic aldehyde is formed. This reaction is called Remer-Tiemann reaction. ഫീനോള് ക്ലോറോഫോമുമായി സോഡിയം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള ആൽക്കലിയുടെ പ്രസൻസിൽ റിയാക്ട് ചെയ്താൽ ഫീനോളില് CHO ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. OH ഗ്രൂപ്പിന്റെ ഓർത്തോ പൊസിഷനിൽ ഒരു CHO ഗ്രൂപ്പ് വരുന്നു. അതായത് സാലിസിലാൽഡിഹൈഡ് ഫോം ചെയ്യുന്നു. ഈ റിയാക്ഷനാണ് റീമർ-ട്യൂമാൻ റിയാക്ഷൻ. ഫീനോളിനെ സാലിസിലിക് ആൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷനാണ് റീമർ-ട്യൂമാൻ റിയാക്ഷൻ.
ഫീനോള് ക്ലോറോഫോമുമായും NaOHുമായും റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. ബെൻസീൻ റിങ്ങിൽ ONa ഗ്രൂപ്പും CHCl2 ഗ്രൂപ്പുമുള്ള ഒരു ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. ഈ പ്രോഡക്റ്റ് വീണ്ടും സോഡിയം ഹൈഡ്രോക്സൈഡുമായി റിയാക്ട് ചെയ്താൽ ബെൻസീൻ റിങ്ങിൽ ഒരു ONa ഗ്രൂപ്പും CHO ഗ്രൂപ്പുമുള്ള പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. ഇതിനെ അസിഡിഫൈ ചെയ്താൽ സാലിസിലാൽഡിഹൈഡ് ഫോം ചെയ്യുന്നു. ബെൻസീൻ റിങ്ങിൽ ഒരു OH ഗ്രൂപ്പും ഓർത്തോ പൊസിഷനിൽ ഒരു CHO ഗ്രൂപ്പും ഉണ്ടെങ്കിൽ അതാണ് സാലിസിലാൽഡിഹൈഡ്. ഫീനോളിനെ സാലിസിലാൽഡിഹൈഡായി കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷനാണ് റീമർ ടേമൻ റിയാക്ഷൻ.